ശ്രീ ജോൺസൺ. സുഖം ഒരു ഗ്രീഷ്മമിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം. സുഖം ഒരു ഗ്രീഷ്മമിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം. മനം അതു തേടി നടന്നൊരു ഭ്രാന്തൻ പ്രതിഭാസം. സുഖം ഒരു ഗ്രീഷ്മമിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം. അതിൽ തന്നെ അത് രക്തമല്ലേ? രക്തം. അതിൽ തന്നെ ഒരു പ്ലസന്റ് സോങ് ഉണ്ട്. ഈ മേജർ ശ്രുതി 3. മഞ്ഞിൽ ചേക്കേറും മകരപ്പെൺ പക്ഷി, മൗനപ്പൂ ചൂടും ഹിന്ദി വരാക്ഷി. മഞ്ഞിൽ ചേക്കേറും മകരപ്പെൺ പക്ഷി, മൗനപ്പൂ ചൂടും ഹിന്ദി വരാക്ഷി. അനുരാഗം മൃദുരാഗം നീ മനസ്വിനി മനോഹരി. അനുരാഗ മൃദുരാഗം നീ മനസ്വിനി മനോഹരി. ചേക്കേറും മകരപ്പെൺ പക്ഷി, മൗനപ്പൂ ചൂടും ഹിന്ദി വരാക്ഷി. മൃദുരാഗം നീ മനസ്വിനി മനോഹരി. അതും പോപ്പുലറായ, വളരെ പോപ്പുലറായ ഒരു സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നത് ജോൺസന്റെ വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ, ആദ്യകാല സിനിമകളിൽ ഒന്നായിരുന്നു രക്തം. അതെ, ജോഷിയുടെ എന്ന് പറയുമ്പോൾ ജോഷിയുടെ പടത്തിൽ അതിന് മുമ്പ് ഞാൻ ജോഷിയുടെ ആദ്യം ചെയ്ത പടം ആക്ഷൻ ഓറിയൻറ്റഡ് സർപ്പം ഒക്കെ പറഞ്ഞ പടത്തിലാണ് ജോഷി. അല്ല സോറി, സർപ്പം അല്ല, മൂർഖൻ. മൂർഖൻ മ്യൂസിക് ഡയറക്ടർ AT മൂക്കായിരുന്നു. അപ്പോൾ ഞാൻ അറിയത് കൊടുത്തു, ഞാൻ അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അങ്ങനെ തുടങ്ങി ജോഷിയിലാണ്. പിന്നെ നമ്മുടെ പിന്നീടും വളരെ സോഫ്റ്റായിട്ടൊരു പടം വന്നത്, കമേഴ്ഷ്യലി ഇപ്പം സക്സസ് ആയില്ല. അനുരാഗിണി ഇതായനി കരളിൽ വിരിഞ്ഞ പൂക്കൾ. അനുരാഗിണി ഇതായനി കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഒരു കുട കീഴിൽ എന്ന് പറയുന്ന സിനിമയിലായിരുന്നു. ആ സിനിമ ഒട്ടും ഹിറ്റായില്ല, പക്ഷേ ആ സിനിമയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഈ പാട്ട് മാത്രമാണ്. അതെ, അല്ല നല്ല നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പടം. പക്ഷെ ചിലർ ടൈപ്ഡായി പോകില്ലേ, അവന് ചിലപ്പോൾ നമ്മുടെ ആൾക്കാർ ജോഷിയിൽ നിന്ന് അങ്ങനെ ഒരു ചിത്രം ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അല്ല, ഈ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളോട് ഇപ്പോൾ ജോൺസന്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആദ്യം പാടുന്ന പാട്ട് ചിലപ്പോൾ അനുരാഗിണിയായിരിക്കും. നിങ്ങൾ എന്നെ കളിയാറില്ല, ഇതൊന്ന് ഒരേ കാര്യം 3 പാട്ടുണ്ടാക്കി. പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ, പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. രാവിൽ നീലകലികയിൽ ഏകദീപം നീ, പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. ഈ 2 പാട്ടും വന്നു കഴിഞ്ഞ് ഈ 2 പാട്ടും പോപ്പുലറായി. ഒരു സ്കെയിൽ ഒരു ഇത്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തലത്തിൽ ഒരു സ്കെയില് എല്ലാ മ്യൂസിക് ഡയറക്ടറും പാട്ടുകൾ പാടാം. അല്ല, ഈ രാഗത്തിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഒരു ആസ് എ പ്രൊഫഷണൽ
ഇപ്പോൾ എല്ലാവരും വെറൈറ്റി അല്ലെങ്കിൽ പുതിയ ട്രെൻഡ് ശ്രമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഐ എം എ സ്പോണ്ടേനിയസ് മാൻ. അപ്പോൾ എനിക്ക് ഒരു 2-3 വട്ടത്തിൽ കൂടുതൽ ട്രൈ ചെയ്യാനുള്ള ഒന്നാമത് പേഷ്യൻസ് ഇല്ല. പിന്നെ എനിക്ക് ഐ വിൽ ഗെറ്റ് ഇറിറ്റേറ്റഡ്. പിന്നെ ചില അണ്ണന്മാർ ഈ തലച്ചോറിൽ കോരിട്ടിളക്കണ ജാതി പരിപാടി വരുമ്പോൾ ഞാൻ എണീച്ചു. അല്ല 2-3 വന്നിരിക്കണം. സിറ്റുവേഷൻ കേട്ട് നമുക്ക് പെട്ടെന്ന് 2-3 അറ്റംപ്റ്റിൽ വന്നിരിക്കണം. അതിൽ കൂടുതലായി പിന്നെ അല്ലെങ്കിൽ നന്ന് ക്ലോസ് ചെയ്തിട്ട് വിൽ ട്രൈ അഗൈൻ, പിന്നെ ഫ്രഷ് ആയിട്ട് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത് ഈ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സ്കെയിലിൽ ഒരു താളത്തിൽ ഒരു പാട്ടേ ചെയ്യാവുന്നെങ്കിൽ ഇയാൾ ആൾ ജന്മത്തിലധികം പാട്ടുകൾ ചെയ്യേണ്ടി വരില്ല. അല്ല, ഈ താളത്തിൽ ഈ സ്കെയിലിൽ ചെയ്തിട്ട് എല്ലാ പാട്ടുകളും ഹിറ്റാണ്. എല്ലാ പാട്ടും വളരെ ഫേവറേറ്റ് ആകുന്നത് മോഹനം. എത്രയോ പാട്ടുണ്ട്. ഇപ്പോൾ അതിൽ മിക്സൊക്കെ നടത്തിൻ്റെ മാഷ് കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ ആലിപ്പഴം പൊഴി. ആ നിൻ ചൊടികളിൽ നിന്ന് അത് മോഹനത്തിലില്ല. വലിയ മധ്യമം അത് എഡീഷൻ. എൻ്റെ രാജ്യത്തെ നീലക്കടമ്പിൽ നീ എൻ്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു, എൻ്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു, സഖി കെട്ടിയിട്ടു. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്ന് ആലിപ്പഴം പൊഴി. അത് ഓരോരുത്തരുടെ ദൈവം കൊടുക്കുന്ന ഒരു എന്താ പറയുക അനുഗ്രഹങ്ങളാണത്. നമ്മളത് കൃത്യമായിട്ട് സിനിമയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ കീർത്തനമൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. വാട്ട് എവർ ഈസ് എങ്ങനെ പാട്ടിനെ ഇംപ്രൂവൈസ് ചെയ്ത് ഏറ്റവും ഭംഗിയാക്കാം എന്നുള്ളതാണ്. പേഴ്സണലി എൻ്റെ ഇതിൽ ഞാൻ ആദ്യം നോക്കുന്നത് ഇതിന് പുറകിലുള്ള ഇതിൻ്റെ പുറകിൽ എന്ന് വെച്ചാൽ നമുക്ക് ജോലി വരുന്ന ആൾക്കാരുണ്ടല്ലോ. ചിലപ്പം പലയിടത്തും പല പോലെയാവും. ചിലയിടത്ത് അത് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാവും, ചിലയിടത്ത് കാശ് മുടക്കുന്ന ആളാവും, ചിലയിടത്ത് ഡയറക്ടറാവും, ചിലയിടത്ത് ഇതാ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, അറിയാമല്ലോ ഓരോ സെറ്റപ്പിൽ ഓരോ ടൈപ്പ്. അപ്പം ഈ യങ്ങർ ജനറേഷനൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവർ സിറ്റുവേഷനോടും അവരുടെ മ്യൂസിക്കിനോടും നീതി വരും. അവരെ പ്ലീസ് ചെയ്യുക എന്നുള്ളതാണ് their പ്രൈം എയിം. ഭയങ്കര ഘോരമാണത്. നമ്മൾ സിറ്റുവേഷനോട് ആദ്യം ഞാൻ ചെയ്തിട്ട് എല്ലാ സോങ്സും അത് എനിക്ക് ഉള്ള അറിവ് വെച്ച് ഓഫ്കോഴ്സ് ഒരു ലിമിറ്റഡ് അറിവ് വെച്ചുള്ള ഇതിൽ ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ അത് വേറെ പോലെ ചിന്തിക്കുന്നു എന്നെ തല്ലി പഴിപ്പിക്കാനൊന്നും നടക്കില്ല. കാരണം ആ പറയുന്ന ആളുടെ തലച്ചോറും വേറെയാണ്, ജീൻസും വേറെയാണ്, ബ്ലഡൊക്കെ വേറെ. പിന്നെ മലയാളത്തിന് നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള മലയാളി അല്ലാത്ത സംഗീത സംവിധായകനായിരുന്നു എം.ബി. ശ്രീനിവാസൻ. എം.ബി.എസിൻ്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ടല്ലോ. സാറിന് എന്നെ വലിയ താല്പര്യമായിരുന്നു. അതല്ലേ, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള അല്ല അങ്ങനെ വർക്ക് ചെയ്യാൻ വിളിച്ചിട്ട് നമുക്ക് വേറെ ചില സാഹചര്യം കൊണ്ട് പോകാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പാട്ടുകൾ ഓർമ്മിക്കാൻ സാധിക്കുന്നത്? നമ്മൾ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഫിലിംസിനാണല്ലോ കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഇന്നാളും നമ്മുടെ ദേവരാജ മാഷ് 50-ാം വർഷം മലയാള സിനിമാ സംഗീതം എന്ന് പറഞ്ഞപ്പോൾ വളരെ പഴയൊരു താരാട്ട്, നല്ല രസമുള്ളതാണ്, ഡ്യുവറ്റാണ്. താമരത്തുമ്പി വാ താരാട്ടു പാടാൻ വാ, താളം പിടിക്കാൻ ഞാൻ മണിത്തമ്പുരുമീട്ടാം ഞാൻ വാ, താമരത്തുമ്പി വാ താരാട്ടു പാടാൻ വാ, താളം പിടിക്കാം ഞാൻ മണിത്തമ്പുരുമീട്ടാം ഞാൻ വാ, താമരത്തുമ്പി വാ.
ഒരുപാട് കാര്യമുണ്ട്. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ, അസാധ്യ കവിതയും അതും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ലെജൻസിൽ അല്ലേ ദക്ഷിണാമൂർത്തി സ്വാമികൾ. അയ്യോ, സ്വാമിയുടെ വലിയ കോൺട്രിബ്യൂഷൻ എന്താ വെച്ചാൽ കർണാടക സംഗീതത്തിന് വളരെ ലളിതമായ രീതിയിൽ അതിൻ്റെ സത്തയെ സിനിമ പാട്ടിലൂടെ സാധാരണ ജനങ്ങൾക്ക് വരെ പാടാവുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട്. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ അതിപ്പോ സ്വാമി പറഞ്ഞോണ്ട് പാടെങ്കിൽ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. ശുദ്ധമായ കർണാടക സംഗീതത്തിന് ലഘൂകരിച്ച് ഞാനും എൻ്റെ ഒരു ചില്ലറ അറിവ് വെച്ച് പാടിയതാണ്. വലിയൊരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ സപ്പോർട്ടോടുകൂടി അല്ലാതെ തന്നെ നല്ല ഹിറ്റ് ഗാനങ്ങളും വളരെ പോപ്പുലറായ ഒരുപാട് ഗാനങ്ങൾ ഉണ്ടാക്കിയ ആളാണ് A.T. ഉമ്മർ അല്ലേ. ഒരുപാട് പാട്ടുകൾ അതുപോലെ വളരെ ഉമ്മക്കോട് കൂടെ ഞാൻ കുറച്ച് നേരം വർക്ക് ചെയ്തല്ലോ. അതിലൊരു ചെറിയ ട്രാജഡി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ട്രാജഡി ഉണ്ട്. നമ്മൾ ഒരു കാലത്ത് നമ്മൾ മലയാളത്തിലെ മെയിൽ പ്ലേ ബാക്ക് സിംഗേഴ്സിൽ ദാസേട്ടൻ, ജയേട്ടൻ, ബ്രഹ്മാനന്ദൻ ചേട്ടൻ അങ്ങനെ ഒരു ഓർഡർ തന്നെ ഉണ്ടായിരുന്നു കാലഘട്ടം. പാടിയ പാട്ടുകളെല്ലാം ഹിറ്റായിരുന്ന ഒരു ഗായകനാണ്. പക്ഷേ എന്തോ വിധി അറിയില്ല, ഈ സഫർഡ് എ ലോട്ട്. എൻ്റെ ഒരു നിർധനനായിട്ട് മരിച്ചുപോയി. ഇപ്പോൾ പിന്നീട് അങ്ങോട്ടൊരു ഗ്യാപ്പ് എന്തോ ഒരുപ്പെട്ട നമ്മൾ പാടിയ പാട്ടുകളൊക്കെ തന്നെ നീലനിശ്ചിതിന് മാനത്തെ കായലിൽ അതിൽ മൂക്കയുടെ പാട്ട് പ്രിയമുള്ളവളേ പ്രിയമുള്ളവളേ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളേ. ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞു ശതാവരി മലർ പോലെ. ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ. വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ. വികാര രാജാങ്കണത്തിൽ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. എന്തൊരു ഓമനത്തുള്ള ലൈൻസും
അല്ലേ? അതെ, ആ പാട്ടിൻ്റെ മാധുര്യം കൊണ്ടാണ് അത് സംഗീതം ചെയ്ത ആളും പാടിയ ആളും ഒക്കെ നമ്മളെ വിട്ടു പോയാലും അങ്ങനെ ഒരു പാട്ട് പാടിയ ഗായകൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സിനിമയുടെ ഒരു വേറൊരു വശമാണ്. നേരത്തെ പറഞ്ഞല്ലോ, സത്യനന്ദിക്കാടിൻ്റെ ചിത്രങ്ങളാണ് ജോൺസൺ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജോൺസൺ പറഞ്ഞത് 17 ചിത്രങ്ങളിൽ 11 പടങ്ങളും ചെയ്തത് പത്മരാജൻ സാറിൻ്റെ. പപ്പൻ്റെ കൂടെ രണ്ടാമത്തെ പടം തൊട്ടുണ്ട്. അതായത് ആദ്യത്തെ പടം കൂടെ എവിടെയാണ് അശോകൻ അഭിനയിച്ചൊരു പടം പെരുവഴിയമ്പലം. അതാണ് അതിൻ്റെ ഫസ്റ്റ്. രണ്ടാമത്തെ പടം ഒരിടത്തൊരു ഫയൽമാൻ, സാധ്യ മൂവിയായിരുന്നു. അതെ, പച്ചയായ വില്ലേജ്. അല്ല, അമ്മാവൻ്റെ നെടുമുടിയുടെ ക്യാരക്ടറൊക്കെ ഭയങ്കര വ്യൂമുണ്ട്. ഒരു ഫയൽമാനും എവിടുന്ന് വരുന്നതും ഗ്രാമത്തിൽ സെറ്റിലാവുന്നു. പാട്ടില്ല അതിനകത്ത്. പിന്നെ അവിടുന്ന് കുറേ പടങ്ങൾ ചെയ്തു. അതിൽ കൂടെവിടെയിലെ പാട്ടുകളൊക്കെ വളരെ പോപ്പുലറായി. അതിൽ ആ പടത്തിന് 2 പ്രത്യേകതയാണ്. ഒന്ന്, നമ്മുടെ റഹ്മാൻ, മലയാളി റഹ്മാൻ, AR റഹ്മാൻ അല്ല, അവനും നമ്മുടെ കൊച്ചനാണ്. വളരെ കൊച്ചായിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്, അവൻ്റെ അച്ഛൻ്റെ അടുത്ത്. മറ്റേ റഹ്മാൻ, അയാളുടെ ആദ്യത്തെ പടം, സുഹാസിനിയുടെ മലയാളത്തിലെ ആദ്യത്തെ പടം. അങ്ങനെ 2 പ്രത്യേകതയുണ്ട്. പിന്നെ വലിയ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് 100 ദിവസം ഓടിയ പടാത്. അന്നും കൂടെ നിൽക്കുമ്പോൾ വലിയ കാര്യമല്ലേ. ജോയ ഒന്ന് കേൾപ്പിക്കാം. 1 2 3 1 2 3 ആടിവാക്കാറ്റ് പാടിവാക്കാറ്റ് 1000 പൂക്കൾ നുള്ളിവാ. ആടിവാക്കാറ്റ് പാടിവാക്കാറ്റ് 1000 പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയൂ കുളിരവമായി പൂങ്കാറ്റേ ലാലാ. ആടിവാക്കാറ്റ് പാടിവാക്കാറ്റ് 1000 പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. ചെല്ലക്കൂറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു. ചെല്ലക്കൂറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു. 1000 വർണ്ണജാലം ആടിപ്പാടും വേളയിൽ ആരോ പാടും താരാട്ടിനീണം ഏറ്റുപാടും. ദേവസ്നേഹദൂതികേ വരൂ നീ വരൂ. ആടിവാക്കാറ്റ് പാടിവാക്കാറ്റ് 1000 പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയൂ കുളിരവമായി പൂങ്കാറ്റേ
ലാ ലാ ലാ. അടുത്ത കാലത്ത് വന്ന അങ്ങനെ ഒരു അവധിക്കാലത്ത് എന്ന സിനിമയിൽ ജോൺസൺ ചെയ്ത ഒരു പാട്ടുണ്ട്. അതും അല്ല, അത് അവിടുത്തെ സ്റ്റേറ്റ് അവാർഡ് ആ വർഷത്തെ ചിത്രയ്ക്ക് ആ വർഷത്തെ അവാർഡ് കിട്ടിയ പുലർവെയിലും. അതെ അതെ അതെ. പുലർവെയിലും പകൽ മുകിലും സ്വയമലിയും യാമം, കുറുമൊഴിയും കുരുവികളും മഴ നനയും യാമം, പ്രണയമേഴും ദൂതുവരാൻ ചിറകു തരുവൻ പ്രാവേ. പുലർവെയിലും പകൽ മുകിലും സ്വയമലിയും യാമം, കുറുമൊഴിയും കുരുവികളും മഴ നനയും യാമം. കണിമഞ്ഞിൻ കസവണിയും കനകനിലാ പുഴയോരം, കണിമഞ്ഞിൻ കസവണിയും കനകനിലാ പുഴയോരം, പനിനീർ തോണിയിൽ പനിനീർ തോണിയിൽ അരികിൽ വരില്ലേ ദേവഗായികയായി. പുലർവെയിലും പകൽ മുകിലും സ്വയമലിയും യാമം, കുറുമൊഴിയും കുരുവികളും മഴ നനയും യാമം, പ്രണയമേഴും തൂതുവരാൻ ചിറകു തരുവൻ പ്രാവേ. പുലർവെയിലും പകൽ മുകിലും സ്വയമലിയും യാ